ബാംഗ്ലൂരിൽ നിന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ മുത്തുമുഅ്മിനീകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പുതിയ കാലത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിൽ നിന്ന് ചെറിയ ക്ലാസ് എത്തുമ്പോഴേക്ക് ഏതെങ്കിലും ചെറിയ രൂപത്തിൽ നമ്മുടെ മക്കൾ ഖുർആൻ ഓതാനുള്ള ശൈലി പഠിച്ചു വരുമ്പോഴേക്ക് തന്നെ മതി, ഇനി സ്കൂൾ തലങ്ങളിൽ എൻ്റെ കുട്ടി പഠിക്കാനുണ്ട്, ട്യൂഷനുകൾക്ക് പോകാനുണ്ട് എന്ന് തിരക്ക് പറഞ്ഞിട്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെയും കേരളീയ മുസ്ലിങ്ങളെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. സാക്ഷരതയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കേരളീയ ചുറ്റുപാടിൽ, കേരളാന്തരീക്ഷത്തിൽ ഏത് മുസ്ലിം കുട്ടിയെ എടുത്തു നോക്കിയാലും, ഏത് വിദ്യാർത്ഥിനികൾ എടുത്തു നോക്കിയാലും മതപരമായിട്ടും ആത്മീയപരമായിട്ടും ഏറെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിക്കേണ്ടത് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ പൂർവികന്മാരായ മഹാരഥന്മാരുടെ അവർ അന്ന് തുടങ്ങി വെച്ച പ്രവർത്തനത്തിന്റെ മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. നമ്മൾ ആലോചിച്ചു നോക്ക്, ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ മതസ്ഥാപനങ്ങളിൽ, മത ക്യാമ്പസുകളിലൊക്കെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് വന്നാൽ മർക്കിൻസും നമ്മുടെ സിദ്ദീഖിയ ദർസും സഅദിയ സ്ഥാപനങ്ങളുമൊക്കെ വെറും കിതാബുകൾക്കടിയിൽ മാത്രം വായിക്കുന്നതിനപ്പുറത്ത് അക്കാദമിക്കലായി ഭൗതിക വിദ്യാഭ്യാസം കൂടി നമ്മുടെ തലപ്പാവ് ധരിച്ച ഉസ്താദുമാർ, LLBക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റു വലിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന ഉസ്താദുമാരായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തുകൊണ്ട് ഈ ഒരു ഉയർച്ചയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ചിത്താരി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ നിങ്ങൾ ആലോചിച്ചു നോക്കണം. 1980 കാലത്താണ്, വളരെ ദാരിദ്ര്യമായി നമ്മൾ നിൽക്കുന്ന കാലത്ത് 100-ലധികം ഏക്കറ ചിത്താരി ഉസ്താദ് വാങ്ങുന്നത്. അതൊരു മൊയ്ലിയാരാണ് വാങ്ങുന്നത്. 100-ലധികം ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് പലരും ഉസ്താദിനെ കളിയാക്കിയിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഉസ്താദ് ചെയ്തത് സുലൈമാൻ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചിത്താരി ഹംസ മുസ്ലിയാര് ഒരു കറിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന നോളജ് സിറ്റിക്ക് മുന്നേ നോളജ് സിറ്റിയുടെ മാതൃക കേരളത്തിൽ കാണിച്ചു തന്നത് ചിത്താരി ഉസ്താദാണെന്ന് അബ്ദുൽ ഹക്കീം അസ്സരി ഉസ്താദ് തന്നെ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നും നമുക്ക് അൽമക്കർ എന്ന് പറയുന്ന ക്യാമ്പസിൽ പോയാൽ കാണാം, വിശാലമായ ഭൂമിയിൽ 100 ഏക്കറയോളം സ്ഥലം വാങ്ങിയിട്ട് അതിൽ പ്രത്യേകമായി മതവിദ്യാഭ്യാസത്തിനും മറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടി ഒരുപാട് സ്ഥലം ഒഴിച്ചിട്ടിട്ട് അതിന്റെ ചുറ്റുപാടങ്ങളിലുള്ള സ്ഥലം സെന്റ് തിരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ആളുകൾക്ക് വിലക്ക് കൊടുത്ത് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മഹല്ല് സംവിധാനം തന്നെ അതിന്റെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന് 1980 കാലത്ത് ഇത്രയും ലോങ് സൈറ്റോടെ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്ത് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ ഭൗതികതയ്ക്ക് വേണ്ടി, നമ്മൾ അതിനു വേണ്ടി ഊർജം നൽകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആലിമീങ്ങളുടെ അവരുടെ പ്രവർത്തനവും അവരുടെ ചിന്തയും ഈ പ്ലാറ്റ്ഫോമിൽ അവർ വിത്തുപാകിയതിന്റെ പഴയകാല പ്രവർത്തനങ്ങളും നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ഞാൻ പറഞ്ഞു വരുന്നത് 1960 കാലത്താണ് മഹാനായ ചിത്താരി ഉസ്താദും KP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദും ഒക്കെ അവരുടെ മഹല്ലിൽ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ മുസ്ലിം മഹല്ലിലുള്ള, പട്ടുവം മഹല്ലിലുള്ള അവിടുത്തെ മക്കൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുമ്പോൾ, അന്ന് നമുക്കറിയാം പലരും സ്കൂളിൽ പോകാൻ ബാക്കായിരിക്കും, അവർ സ്കൂളിൽ പോയവർ വളരെ അപൂർവമായിരിക്കും. എന്നാൽ ആ കാലത്തു തന്നെ ആ മഹല്ലത്തിലുള്ള മുഴുവൻ വീടുകളും സന്ദർശിച്ച് അവിടെ പ്രായമന്വേഷിച്ച് സ്കൂളിൽ ഏത് ക്ലാസുകളിലേക്കാണ് പോകേണ്ടത് മനസ്സിലാക്കി, ഏത് സ്കൂൾ സ്ഥാപനങ്ങളിലേക്കാണ് അയക്കേണ്ടതെന്ന് പഠിച്ച് അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി മഹല്ല് സംവിധാനത്തിന്റെ കീഴിൽ മാസത്തിൽ സാലറി കൊടുത്തിട്ട് ഒരാളെ നിശ്ചയിച്ചിരുന്നുവെന്ന് മഹാനായ ചിത്താരി ഉസ്താദിന്റെ ചരിത്രം വായിക്കുമ്പോൾ, മഹാനായ KP ഉസ്താദിന്റെ ചരിത്ര
ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഇന്നലകൾ നമ്മൾ അയവിറക്കും ഓർക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്ക്, 1960കളിൽ പോലും ഭൗതിക വിദ്യാഭ്യാസത്തിനു വേണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നിൽ നിൽക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മഹല്ല് സംവിധാനത്തിന് സാലറി കൊടുത്തിട്ട് ഒരാളെ ഉദ്യോഗത്തിന് വേണ്ടി ഏർപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ ദിശണാശൈലിയും അവിടുത്തെ ദീർഘവീക്ഷണവും എത്രയാണ്. അവിടെയാണ് നമ്മൾ ഉസ്താദുമാർ അനുസ്മരിക്കേണ്ടത്. നമ്മൾ ഇന്ന് അവര് തട്ടുപാകിയ മരത്തിന്റെ തണൽ അനുഭവിക്കുന്നവരാണ്, ആ സൗന്ദര്യം അനുഭവിക്കുന്നവരാണ്. നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് അവസാനമായി മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കുൻ മുഹിബ്ബൻ, നിനക്ക് ആലിമാവാൻ കഴിയില്ലെങ്കിൽ, മുതഅല്ലിമാവാൻ കഴിയില്ലെങ്കിൽ, അത് കേൾക്കുന്നവനാവാൻ കഴിയുന്നില്ലെങ്കിൽ നീ അതിന്റെ സ്നേഹികളാവണം. പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂരിൽ വന്നിട്ട് കണ്ണൂർ ജില്ലയിലെ അൽമഖർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സമ്മേളനം എന്തിനു ഉസ്താദിന്റെ അനുസ്മരണം ഇവിടെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, ഇത്തരം ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടത്തേക്ക് നമ്മുടെ മക്കൾ വരണം. പുതിയ കാലത്ത് മക്കള് നമുക്ക് ഒരുപാട് ഗ്രാജുവേഷനും അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും എല്ലാം നമുക്ക് മക്കൾക്ക് ആവശ്യം. മറിച്ച് ആത്മീയമായി നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ, നമുക്ക് തെറ്റുകൂടാതെ യാസീൻ ഓതാൻ പറ്റിയ മക്കളെ നമ്മൾ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കണം, നല്ല ഡോക്ടർമാരാവണം, നല്ല എഞ്ചിനീയർമാരാവണം, നല്ല കലക്ടർമാരാവണം. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് ദർസ് സംവിധാനത്തിലൂടെ, നമ്മുടെ മക്കൾക്ക് ദഅ്വാ കോളേജിലൂടെ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ കേരളത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ഒരുപാട് സ്ഥാപനങ്ങൾ, സഅദിയ തുടങ്ങി, മക്കർ തുടങ്ങി, സിറാജ് തുടങ്ങി, മർക്കസ് തുടങ്ങി, കേരളത്തിന്റെ വിവിധ സംരംഭങ്ങളിൽ, വേണ്ട ബാംഗ്ലൂരിൽ തന്നെ മർക്കിൻസും സിദ്ദീഖിയ ദർസും സഅദിയ സ്ഥാപനങ്ങളൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ മക്കളെയും അത്തരം സ്ഥാപനങ്ങളിലേക്ക്, അതുമഴിയില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള, നമ്മുടെ കോണ്ടാക്റ്റുകളിലുള്ള, നമ്മുടെ പരിചയങ്ങളിലുള്ള, നമ്മുടെ യൂണിറ്റുകളിലുള്ള, നമ്മുടെ സഹപ്രവർത്തകരുടെ ബന്ധങ്ങളിലുള്ള കുട്ടികളെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് അയച്ച് ദീനീ സംവിധാനത്തിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ചിത്താരി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെ അനുസ്മരിക്കുമ്പോൾ നമുക്കതാണ് ഓർക്കേണ്ടതുള്ളത്. അള്ളാഹു നമുക്ക് അവരുടെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിലൊക്കെയും ആഖിറത്തിൽ മുഴുക്കെയും അള്ളാഹു വിജയം നൽകുമാറാവട്ടെ.